നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കും. അതിന് നിങ്ങളെ പേരൻസ് എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ടീച്ചേഴ്സും സപ്പോർട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് ഗ്രാബ് ചെയ്യാൻ ശ്രമിക്കണം. ഇപ്പോൾ സ്കൂൾസിലൊക്കെ ലാംഗ്വേജ് ലാബ് ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന എത്ര പേര് ലാംഗ്വേജ് ലാബ് കണ്ടിട്ടുണ്ട്? ഇത് കൈവക്കാവും. ലാംഗ്വേജ് ലാബ് റിലേറ്റഡ് ടു ഇംഗ്ലീഷ് ആണ്. എല്ലാ സ്കൂൾസിലും ഉണ്ട് ലാംഗ്വേജ് ലാബ്. എത്ര പേര് ലാംഗ്വേജ് ലാബ് കണ്ടിട്ടുണ്ടോ? ഇല്ല. അതിനെക്കുറിച്ച് അറിയായിരുന്നോ? ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയായിരുന്നോ? ഇല്ല. വൈ? നിങ്ങളുടെ ടീച്ചറും പറഞ്ഞില്ല, നിങ്ങൾ അന്വേഷിച്ചില്ല. +2 ഒരു ഡിഗ്രി ഒക്കെ എത്തുന്ന സമയത്ത് ഐ വാസ് ഓൾസോ നോട്ട് അവെയർ. അതിന് ശേഷമാണ് നമ്മൾ ഹയർ എഡ്യൂക്കേഷനോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഓരോ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചുള്ള വിവരങ്ങളും കാര്യങ്ങളും നമുക്ക് അറിയുന്നത്. അങ്ങനെയുള്ള എക്സ്പെർട്ടേഴ്സ് ആയിട്ടുള്ള ടീച്ചർ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് വേണം? അവരിൽ എത്രമാത്രം കഴിവുണ്ടോ അത് പരമാവധി നമ്മൾ ഗ്രാബ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോഴേ നമുക്കും സെയിം നോളജ് വിൽ ഗെറ്റ് നോളജ്, റൈറ്റ്? അതാണ് മെയിൻ പോയിന്റ്. അങ്ങനെ ഗ്രാബ് ചെയ്യുമ്പോഴാണ് നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നതും പല വിവരങ്ങളും നമുക്ക് കിട്ടുന്നതും. ലാംഗ്വേജ് ലാബ് ഇസ് ആക്ച്വലി ഒരു നല്ലൊരു കോൺസെപ്റ്റാണ്. നമുക്ക് നമ്മുടെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാനും സ്പീക്കിംഗ് സ്കിൽസ് ആയിക്കോട്ടെ, ലിസണിങ് സ്കിൽസ് ആയിക്കോട്ടെ. അപ്പം ഇനി നിങ്ങൾ ഏത് കോഴ്സിലോട്ടാണോ ജോയിൻ ചെയ്തത്, ഇപ്പോൾ +10th കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ +1 +2 പോകും. ലാംഗ്വേജ് ലാബ് ഉണ്ടാവും. എല്ലാ സ്കൂൾസിലും ലാംഗ്വേജ് ലാബ് മസ്റ്റ് ആണ്. ഡിഗ്രിയിൽ പോകുമ്പോൾ കോളേജ് ലെവലിലാവുമ്പോഴും ലാംഗ്വേജ് ലാബ് ഉണ്ടാവും. യു ഹാവ് ടു ആസ്ക് യുവർ ടീച്ചേഴ്സ് വെദർ ലാംഗ്വേജ് ലാബ് ഇസ് പ്രൊവൈഡഡ് ഹിയർ. ഇഫ് ഇറ്റ് ഇസ് ദേർ, we want the opportunity to visit that or grab the opportunity. Okay, അത് മറക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്, നമ്മൾ അവെയർ അല്ല എന്നുള്ളതുകൊണ്ടാണ്. അതുപോലെ തന്നെ റീഡിങ്, വായന. ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുന്ന എത്ര ആളുണ്ട് ഇവിടെ? ഡെയിലി ന്യൂസ് പേപ്പർ. ഡെയിലി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എത്ര പേരുണ്ട്? എല്ലാവരും ഉണ്ടാവും അല്ലേ? അതാണ് പ്രശ്നം. സോഷ്യൽ മീഡിയസിൽ ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഈവൻ ദോ നമ്മുടെ റീഡിങ് സ്കിൽസും റൈറ്റിംഗ് സ്കിൽസും ലിസണിങ്ങും ഒക്കെ വൊക്കാബുലറി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു റീഡ്. ഒരുപാട് പുസ്തകങ്ങളുണ്ട്, ലൈബ്രറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈവൻ സ്കൂൾസിലെ ലൈബ്രറി ഇല്ലേ? നിങ്ങൾ പോകാറുണ്ടോ? സൈലൻസ്. അതാണ് നമ്മൾ വായിക്കണം. നമ്മളെ പണ്ടത്തെ കുഞ്ഞിന്റെ മാഷിന്റെ ഒരു ഇത് ഓർമ്മയില്ലേ? വായിച്ചാൽ എന്താണ്? വളരും. വായിച്ചില്ലെങ്കിൽ അതാണിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ പിന്നിലാണ്. ഞാനിത് പറയാൻ പാടില്ല. ബട്ട് അതിനൊക്കെ ടൈം കണ്ടെത്തണം. ടൈം ഉണ്ടാവും നമുക്ക്. ടൈം നമ്മൾ ഉണ്ടാക്കുകയാണ്. ഇതിന്റെ ഇപ്പൊ ബസ്സിലൊക്കെ പോകുന്ന വെച്ചാൽ രാവിലെ 6 മണിക്കാണ് എന്റെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുക. രാത്രി 10:30ക്കാണ് തീരുക. ലാസ്റ്റ് ഞാൻ കൊട്ടിയൂർ ബസ്സിലായിരുന്നു, കണ്ണൂർ കൊട്ടിയൂർ ബസ്സിലായിരുന്നു. 6 മണിക്ക് കൊട്ടിയൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ രാത്രി 10:30ക്കാണ് തീരുക. എന്നിട്ട് വീട്ടിൽ വരണം. എവിടെ? കൊട്ടിയൂരിൽ നിന്ന് കണ്ണൂർ വരണം, ചാലയ്ക്ക്. വീട്ടിലെത്തുമ്പോൾ 12 o'clock 12:30. പിന്നെ പഠിക്കുമ്പോഴും മനസ്സിലാക്കി പഠിക്കാമോ? ജസ്റ്റ് ദാറ്റ് ആ ബൈഹാർട്ടിങ് ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. എന്താണ് കോൺസെപ്റ്റ്, എന്താണ് അതിൽ തന്നിട്ടുള്ളത്, അത് ജസ്റ്റ് നമ്മൾ ഗ്രാബ് ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇഫ് യു ഹാവ് ദ നോളജ് ഓൾസോ ലാംഗ്വേജ് ഓൾസോ വി ക്യാൻ റൈറ്റ്. ഹയർ സ്റ്റഡീസിലൊക്കെ അങ്ങനെയാണ്. എന്താണ് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തതിനെ കൊണ്ടൊന്നും കാര്യമില്ല. ഇതിൻ്റെ കോപ്പി പേസ്റ്റ് മീൻസ് വി ആർ ടു ഫ്ലോ. കോപ്പി പേസ്റ്റ് ചെയ്തതിനെ കൊണ്ട് കാര്യമില്ല. അത് ആ ഒരു ടൈം ബൗണ്ടിലേ ഉണ്ടാവും. നമ്മൾ പഠിക്കുന്ന ഒരു സമയം. ഇപ്പം ഡിഗ്രി 3 year ആണെങ്കിൽ ആ 3 year അല്ലെങ്കിൽ ആ ഒരു സെമിസ്റ്റർ കഴിയുന്നതോടുകൂടി നമ്മളത് മറക്കും. മറിച്ച് നമ്മൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് അത് പഠിക്കുന്നുണ്ടെങ്കിൽ ലൈഫ് ലോങ് ആ നോളജ് നമ്മളെ കൂടെ ഉണ്ടാവില്ലേ? അപ്പോൾ വാട്ട് യു ഗൈസ് ഹാവ് ടു ഡു, അങ്ങനെ പഠിക്കണം. മനസ്സിലാക്കി, കോൺസെപ്റ്റ് മനസ്സിലാക്കി. ഇപ്പോൾ ടീച്ചേഴ്സ് നോട്ട് തരും, അതേ നോട്ട് കോപ്പി ചെയ്താലേ നമുക്ക് മാർക്ക് കിട്ടുമെന്നൊന്നുമില്ല. ആ നോട്ടിലെ കാര്യങ്ങൾ, ടീച്ചർ തരുന്ന നോട്ട്സിലെ എന്താണ് അതിലെ ഇമ്പോർട്ടൻറ്റ് മെയിൻ പോയിന്റ്സ്, അതൊക്കെ നോട്ട് ഔട്ട് ചെയ്യുക. നോട്ട് പാഡ് വെക്കുക. ജസ്റ്റ് യു ക്യാൻ ഹാവ് ഇറ്റ് ലൈക്ക് ദിസ്. ഐ എം ക്യാരിങ്. ഇതുപോലെ ഒരു നോട്ട് പാഡ് വെച്ചിട്ട് പോയിന്റ് ഔട്ട് ചെയ്യുക. എന്തൊക്കെയാണ് അതിന്റെ പോയിന്റ്സ്. ഇതിലൊക്കെ പോയിന്റ് ഔട്ട് ആണ്. ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലൊക്കെ ഓരോ പോയിന്റ്സ് ആണ്. ആസ് എ വൈസ് പ്രിൻസിപ്പൽ ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷമുള്ള ഓരോ പോയിന്റ്സ് ആണ്. ന്യൂ തിങ്സ് വാട്ട് ഐ എം ലേണിംഗ്. ഇതുപോലെ നോട്ട് ഔട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരാവശ്യം ജസ്റ്റ് ടേൺ ഇറ്റ് ആൻഡ് റീഡ്. നമുക്ക് മനസ്സിലാവും, നമുക്ക് ആ മൈൻഡിൽ ഉണ്ടാവും ആ സാധനം. അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ദാറ്റ്സ് അനദർ തിങ്. ഇങ്ങനെയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും മീൻസ് ഉറക്കത്തെ എഴുന്നേറ്റ് ചോദിച്ചാൽ നമുക്കത് പറയാൻ പറ്റും അല്ലേ? പണ്ട് LKG ക്ലാസ്സിലൊക്കെ പഠിച്ച ചെറിയ കഥകൾ, കവിതകൾ നമുക്കിപ്പോഴും ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവാറില്ലേ? അത് ആ പാട്ടിലൂടെ അല്ലെങ്കിൽ ആ ടീച്ചർ പഠിപ്പിക്കുന്ന രീതി, ആ കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി അത് സ്റ്റിൽ നമ്മുടെ മെമ്മറിയിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അൺകോൺഷ്യസ് മൈൻഡിൽ ആ സാധനങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ആയിരിക്കണം എല്ലാ ക്ലാസ്സിലും. എത്രത്തോളം ലൈഫ് ലോങ് നിങ്ങൾ പഠിക്കുമ്പോഴും ഉണ്ടാവേണ്ട ഒരു കാര്യം അതാണ്. ആൻഡ് ലേണിംഗ് മീൻസ് ഇറ്റ് ഇസ് നോട്ട് എ പ്രോസസ്, ഇറ്റ് ഇസ് എ ലൈഫ് ലോങ് പ്രോസസ് അല്ലേ? നിങ്ങളുടെ ചോയ്സ് നിങ്ങൾ ചൂസ് ചെയ്യുക, ഗ്രാബ് ചെയ്യുക
ആൻഡ് ഹോപ്പ് യു വിൽ സക്സീഡ് ഇൻ യുവർ ലൈഫ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഇനിയും ഇതുപോലുള്ള അനുമോദന ചടങ്ങുകളിലും ഉപഹാരങ്ങളൊക്കെ ഏറ്റുവാങ്ങാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ. വീണ്ടും ഇതുപോലുള്ളൊരു വേദിയിൽ കണ്ടുമുട്ടാമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളെല്ലാവരെയും. ഓക്കെ, നന്ദി, നമസ്കാരം.